ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ അവർണികയൊക്കെ ഗോവിന്ദ് കൈ ഒഴിഞ്ഞു എന്നുള്ളൊരു രീതിയിലിരിക്കുക, അതും ആ വരുൺ കാരണം. ആ സമയത്ത് അവർണികയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം മഹേഷ് ആവുന്നത്ര പറഞ്ഞു നോക്കി, പക്ഷെ അമ്മയും അനിയനും പറഞ്ഞതിനപ്പുറം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാൻ തയ്യാറാകാതെ ഗോവിന്ദ് ഇങ്ങനെ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ മനസ്സ് വിഷമിച്ച് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന അവർണികയുടെ മുന്നിലേക്ക് നമ്മുടെ ഗീതു നടന്നു വരിക. അപ്പം ഗീതു വന്നപ്പോൾ ഇവരുടെ ഈ ഒരു ഇരിപ്പും കാഴ്ചകളും ഒക്കെ കണ്ടു. ഗീതുവിനെ കണ്ടപ്പോഴേക്കും അവർണികയുടെ മുഖത്ത് ആ ഒരു ടെൻഷൻ പകുതി അങ്ങ് കുറഞ്ഞു. കാരണം ഗീതുവായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരും എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പം അങ്ങനെ ഗീതുവിനെ ഇവർ കണ്ടപ്പം വലിയ സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ ഇവരെല്ലാം അറിഞ്ഞോ, അതേക്കുറിച്ച് ചോദിക്കാനായിരിക്കും ഇവർ വന്നിരിക്കുന്നത് എന്നൊക്കെ ഗീതു ചിന്തിക്കുക. അപ്പോൾ ഈ കാര്യമൊന്നും ഗീതുവിന് അറിയില്ലല്ലോ. അപ്പോൾ ഒരു ചിരിയും ചിരിച്ച് ഗീതു ഇവരുടെ അരികിലേക്ക് ചെന്ന് അപ്പോഴേക്കും അവർണിക ഓടിച്ചെന്ന് ഗീതുവിൻ്റെ കൈകളിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അപ്പോൾ ഞാൻ ഗോവിന്ദ് സാറിനോട് ഗീതുവിനെ അന്വേഷിച്ചിരുന്നു, അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് കാണാൻ പോയതാണെന്ന് പറഞ്ഞു എന്ന് പറയുമ്പം അച്ഛന് പെട്ടെന്നൊരു ഡിപ്രഷൻ ഉണ്ടായി. എന്താ എല്ലാവരും കൂടെ വന്നതെന്ന് ഗീതു ചോദിച്ചപ്പോൾ ഞങ്ങളൊരു ബിസിനസ് ഡീൽ സംസാരിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോൾ ഗീതുവിനോട് പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഓക്കെ ഞാൻ ഓർക്കുന്നുണ്ടെന്ന് ഗീതു പറയുക. എന്നിട്ട് ഗീതു ഇവരുടെ എല്ലാവരുടെയും അരികിലേക്ക് ചെന്നു. എന്നിട്ട് ചെന്ന് അങ്കിളിന് സുഖമല്ലേ വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അസുഖമൊന്നുമില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് ഇരിക്കും, ഞങ്ങൾ കുറച്ച് കുടുംബകാര്യങ്ങൾ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഘുറാം അന്നേരം പറഞ്ഞു. അപ്പോൾ ഗീതുവും അതുപോലെ അവർണികയും കൂടെ അങ്ങോട്ട് മാറി നിന്നു. ഇതെന്താ അപ്രതീക്ഷിതമായിട്ടൊരു വിസിറ്റ് എന്ന് ഗീതു ചോദിച്ചപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ഗോവിന്ദ് സാറിൻ്റെ വീടാണെന്ന് അറിഞ്ഞതൊന്നും അതുവരെ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ കമ്പനിയുടെ കാര്യങ്ങളും കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അവർണിക ഇങ്ങനെ പറയുമ്പോൾ ഗീതു എന്തൊക്കെയോ ആലോചിക്കാം. അപ്പോൾ എന്താ ഗീതു ആലോചിക്കുന്നതെന്ന് അവർണിക ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചായിരിക്കും അല്ലേ ഇപ്പോൾ ചിന്തിക്കുന്നത് ഗീതു അല്ലേ എന്നിങ്ങനെ അവർണിക ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു ഗീതു. എൻ്റെ ഹസ്ബൻഡിന് സംഭവിച്ച പിഴവ് മൂലം ഞങ്ങളൊരു വലിയ ബാധ്യതയിലാണെന്നുള്ള കാര്യം അവർണിക പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ഗീതു ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഒരു വലിയ ബിസിനസ് പ്രോജക്റ്റ് എന്ന് തെറ്റിദ്ധരിച്ച് അപ്പോൾ കിച്ചു ഇൻവെസ്റ്റ് ചെയ്ത പണം നഷ്ടമായി. ആ ഡീല് നടത്തിയത് കിച്ചുവിൻ്റെ ഒറ്റ ഇതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ നിൽക്കുക കേട്ടോ. അറിഞ്ഞോ അറിയാതെയോ കിച്ചു ഞങ്ങളെ ഒരു ചതിക്കുഴികൾ ചാടിക്കുകയായിരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ഗീതു ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടല്ല വന്നതെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ കഥകളെല്ലാം നമ്മുടെ അവർണിക പറഞ്ഞ് കേൾപ്പിക്കുന്നതെല്ലാം കേട്ട് ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ആകെ തകർന്ന് നിൽക്കുന്ന സമയത്താണ് മഹേഷ് ഞങ്ങൾക്കിടയിലേക്ക് മീഡിയേറ്ററായിട്ട് വരുന്നതും അവിടെ നിന്ന് സംസാരിക്കുന്നതും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പം നിങ്ങളുടെ സ്ഥാപനം ടേക്ക് ഓവർ ചെയ്യാതെ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പരമാവധി ശ്രമിച്ചു നോക്കി, രക്ഷയില്ലെന്നുള്ള കാര്യം അവർണിക പറയാം. വൻ തുക നൽകിയാലേ ഈ കുരുക്ക് ഞങ്ങൾക്ക് അഴിച്ചെടുക്കാനായിട്ട് കഴിയുമെന്നും അവർണിക പറയുക ഗീതുവിനോട്. എന്നിട്ട് അവർണിക ഗീതുവിൻ്റെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഗീതു ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഗീതു എന്ത് ചെയ്യാനാണ്, ഇവരുടെ അരികിലൊന്നും പറയാനുള്ള ഒരു ഇത് ഗീതുവിനില്ല. ഈ സമയത്ത് നമ്മുടെ ഗീതു എന്തൊക്കെയോ ആലോചിക്കുക. അപ്പോൾ ഗോവിന്ദേട്ടൻ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ആലോചിച്ചിട്ട് നാളെ പറയാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് നാളെ വരെ ഒരു സമയമില്ല, എങ്ങനെയെങ്കിലും ഞങ്ങളെ ഗീതു രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് അവർണിക ഇങ്ങനെ കാല് പിടിക്കുക. ഗീതുവിൻ്റെ കൈ കൂപ്പിയും കാല് പിടിച്ചും ഒക്കെ യാചിക്കുന്നു. അപ്പോൾ ഗീതു ഇങ്ങനെ ആലോചിക്കുക, ഈ സമയത്ത് ഞാൻ ഇവരെ ശിക്ഷിക്കണോ രക്ഷിക്കണോ, ഇത് ഞാൻ തീരുമാനിക്കേണ്ടത് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഇത് വേണം എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ ചിന്തിക്കാം. കിച്ചുവിനെ ഞങ്ങൾക്ക് രക്ഷിക്കണം, ഒപ്പം ഞങ്ങൾ കേസിൽ നിന്ന് ഒഴിവാക്കുകയും വേണമെന്നും പറഞ്ഞു. ഗീതാഞ്ജലി ഞങ്ങളെ സഹായിക്കണമെന്നും പറഞ്ഞ് കൈ കൂപ്പി യാചിക്കുമ്പോൾ ആ കൈകൾ ചേർത്ത് പിടിച്ച് നമ്മുടെ ഗീതു ഇങ്ങനെ ആലോചിക്കുക എന്തു വേണമെന്ന്. തൻ്റെ മുന്നിൽ കൈ കൂപ്പി നിൽക്കുന്ന ഒരാളെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിന്ന ഗീതു നിങ്ങളെ ഞാൻ രക്ഷിക്കാം എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവായ കിച്ചുവിന് വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ അവർണികയെപ്പോലെ ബ്രില്യൻ്റായ ഒരു പെൺകുട്ടിയുടെ ജീവിതം കേസിൽപ്പെട്ട് ജയിലിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഞാൻ ഗോവിന്ദേട്ടനോട് സംസാരിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞപ്പോഴത്തേക്ക് അവർണികയ്ക്ക് ഒത്തിരി സന്തോഷം, സമാധാനം. ഗീതു വിചാരിച്ചാൽ അത് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷയോടെ നമ്മുടെ അവർണിക അകത്തേക്ക് ചെല്ലുമ്പോൾ ഗീതു റൂമിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ഫോൺ എടുത്ത് വേഗം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും വേഗം തന്നെ നമ്മുടെ വിജയലക്ഷ്മിയുടെ കോള് വന്നു. അപ്പോഴേക്കും ഗീതു ചാടിയെടുത്തു. മേഡം എന്നെ കൃത്യസമയത്താണ് വിളിച്ചതെന്നും പറഞ്ഞുകൊണ്ടാട്ടോ ഫോൺ എടുത്തത്. ശബ്ദത്തിൻ്റെ എനർജി വെച്ചിട്ട് നീ നല്ല ഹാപ്പി മൂഡിലാണെന്ന് തോന്നുന്നല്ലോ എന്ന് മേഡം ചോദിച്ചു. അപ്പോൾ ചില സമയത്ത് ചിരിക്കണോ കരയണോ എന്നറിയാത്ത വല്ലാത്തൊരവസ്ഥയില്ലേ എനിക്ക്, ആ ഒരു അവസ്ഥയിലൂടെ ഞാനിപ്പോൾ കടന്നു പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മോളെ, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ നേരിട്ട് സംസാരിക്കുന്നതാ നല്ലത് എന്നിങ്ങനെ പറഞ്ഞു ആ മേഡം. എനിക്ക് അടുത്ത സെക്കൻഡിൽ ബാംഗ്ലൂരിലേക്ക് പറഞ്ഞെത്താനൊന്നും കഴിയില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നിനക്ക് ബാംഗ്ലൂർക്ക് പറഞ്ഞെത്താനല്ലേ ബുദ്ധിമുട്ടുള്ളൂ, പക്ഷേ എനിക്ക് നിൻ്റെ അടുത്ത് എത്താനേ ഒരു തടസ്സവും ഇല്ലെന്നുള്ള കാര്യം മേഡം പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ ഗീതു മേഡം എന്താ പറഞ്ഞേ,
നമുക്ക് നേരിട്ട് കണ്ട് സംസാരിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പം നേരിട്ട് കണ്ട് സംസാരിക്കാനോ, മേഡം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നീ വരൂ, ഞാൻ ലൊക്കേഷൻ അയക്കാം, നമുക്ക് ഒരുമിച്ച് കാണാം, സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഞാൻ ഉടനെ വരാമെന്നും പറഞ്ഞു ഗീതു വളരെ സന്തോഷത്തോടെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. മേഡം ഇങ്ങനെ ഇരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗോവിന്ദനോടൊപ്പം അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഗോവിന്ദൻ്റെ തീരുമാനം അറിഞ്ഞിട്ട് ഞങ്ങൾ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകും എന്നുള്ള കാര്യം രഘുറാം അന്നേരം പറയാം. ആയിക്കോട്ടെ എന്ന് ഗോവിന്ദും പറഞ്ഞു. ഈ സമയത്ത് സാറിൻ്റെ തീരുമാനം എത്രയും പെട്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് ടെൻഷൻ അത്രയും കുറഞ്ഞിരിക്കും കേട്ടോ എന്ന് അവർണിക പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞാലുടൻ മറുപടി ഞാൻ എന്തായാലും മഹേഷിനെ അറിയിച്ചിരിക്കുമെന്ന് ഗോവിന്ദും പറഞ്ഞു. ഞങ്ങൾക്ക് അനുകൂലമായൊരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാട്ടോ ഞങ്ങൾ പോകുന്നതെന്ന് രഘുറാമും പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് താമസിക്കാൻ കമ്പനിയുടെ ഗസ്റ്റ് ഹൗസ് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു ഗോവിന്ദ്. അപ്പം ഞങ്ങൾ സിറ്റിയിലെ ഒരു ഹോട്ടലിലെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പം അങ്ങോട്ടാണ് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ ഇവരെ ഹോട്ടലിലാക്കിയിട്ട് തിരിച്ചു വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങ് പോണു. ഇതെല്ലാം കണ്ടുകൊണ്ട് വരുൺ മുകളിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ വരുണിന് എന്തൊക്കെയോ കുറുക്കുബുദ്ധി ഇങ്ങനെ മനസ്സിൽ തോന്നുക. അങ്ങനെ വരുൺ ആ ഒരു ചിന്തയൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗീതു ആരോടും പറയാതെ ഇറങ്ങിപ്പോകുന്നു സ്കൂട്ടറുമായിട്ട്. അപ്പോൾ ഗോവിന്ദ് നോക്കിയപ്പോൾ കണ്ടു. ചെന്നു, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ അച്ഛൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. വീട്ടിൽ നിന്ന് പോരുമ്പോൾ അച്ഛൻ നോർമലായിരുന്നു, ഇപ്പം എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അമ്മ വിളിച്ചു എന്നിങ്ങനെ പറഞ്ഞ് ഗീതു പോകാൻ തുടങ്ങുമ്പം നീ സ്കൂട്ടർ എടുക്കണ്ട, ഞാൻ ഓഫീസിലേക്കാണ്, നിന്നെ അവിടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തോളാമെന്ന് പറഞ്ഞു. ഇത്ര പെട്ടെന്ന് മനസ്സൊക്കെ മാറിയോ എന്ന് ചോദിച്ചു ഗീതു. ഇനി മേലിൽ നിങ്ങളുടെ കാറിൽ കയറി പോകരുതെന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞതെന്ന് ഗീതു ചോദിക്കുക. അപ്പോഴേക്കും ഗോവിന്ദ് ഇങ്ങനെ നോക്കുക കേട്ടോ. സോറി, എന്നെ കാറിൽ കയറ്റില്ല എന്നുള്ള പ്രതിജ്ഞയായിരുന്നല്ലോ ഇല്ലേ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണെന്ന് ഗോവിന്ദ് പറഞ്ഞപ്പം ആണുങ്ങൾ പ്രതിജ്ഞ എടുത്താലേ അത് പ്രതിജ്ഞയായിരിക്കണം, അത് തെറ്റിച്ച് ചുമ്മാ വില കളയരുതെന്ന് ഗീതു ഗോവിന്ദനോട് പറഞ്ഞിട്ട് സ്കൂട്ടർ എടുത്ത് ഗീതു അങ്ങ് പോയി. ഞാൻ എൻ്റെ വണ്ടിക്ക് തന്നെ പൊക്കോളാമെന്നും പറഞ്ഞു ഗീതു അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇവളിപ്പോൾ എങ്ങോട്ടായിരിക്കും ഈ പോകുന്നതെന്ന് വരുൺ മേളിൽ നിന്ന് കണ്ടുകൊണ്ട് ചിന്തിക്കുക. ഇവക്കിട്ടൊരു പണി കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു കേട്ടോ. വരുൺ എന്നിട്ട് എന്തൊക്കെയോ കുനിഷ്ടുബുദ്ധികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാധിക അങ്ങോട്ടേക്ക് വന്നു. എന്താണ് നീ അങ്ങനെ പറഞ്ഞത് എന്നും ചോദിച്ചുകൊണ്ട്. അല്ലമ്മേ, എടുത്തു ചാടി ഇങ്ങനെ ഒരു ബിസിനസ് ഡീല് അതിന് നമ്മൾ തയ്യാറാകണോ? ഒരു ടേക്ക് ഓവറിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാകുമെന്ന് കരുതിയിട്ടായിരിക്കുമല്ലോ ഗോവിന്ദ് അതിനനുകൂലമായൊരു തീരുമാനം എടുത്തതെന്ന് രാധിക വരുണിനോട് ചോദിച്ചപ്പോൾ ഈ കാര്യത്തിൽ അമ്മ എന്നോടൊപ്പം നിൽക്കണം, നമുക്കിവിടെ ഒരുപാട് സാധ്യതകൾ ഉള്ളപ്പോൾ ബാംഗ്ലൂർ മാത്രം കേന്ദ്രീകരിച്ച് ബിസിനസ് നടത്തുന്ന ഒരു IT കമ്പനി ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. നീ പറയുന്നത് പോലെ ഈ പ്രപ്പോസലിനെ എതിർക്കാനൊന്നും എനിക്ക് പറ്റില്ല, ഞാനൊരു ന്യൂട്രൽ സ്റ്റാൻഡ് സ്വീകരിക്കുമെന്ന് പുള്ളിക്കാരി പറയാം മകനോട്. എന്തായാലും ഈ കാര്യത്തിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം ഉറപ്പായിട്ടും ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടാകും, അതിന് ശേഷമേ ഇതിനുള്ള കാര്യങ്ങൾ തീരുമാനമാകുള്ളൂ. അപ്പോൾ നീ നിൻ്റെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാം പറഞ്ഞു രാധിക. അതും പറഞ്ഞങ്ങ് പോയി. രഘുറാം IT സൊല്യൂഷൻസ് ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് എനിക്ക് മെയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് ഏതോ ഒരുത്തനെ ഫോൺ വിളിച്ചു. അപ്പോൾ താമസിപ്പിക്കരുതെന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം അവൻ അവിടെ നിന്ന് ഡീലാക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മേഡ റൂമിലിരുന്ന് എന്തൊക്കെയോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഒട്ടരികിൽ സ്റ്റാഫും ഉണ്ട്, പുള്ളിക്കാരിയെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കുക. അപ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. വേഗം സ്റ്റാഫിനോട് ചെന്ന് ഡോറ് തുറക്കാൻ പറഞ്ഞു. ഡോറ് തുറന്നപ്പോൾ ഗീതുവിനെ കണ്ടപ്പോഴേക്കും കയറി വരുമെന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു. ഗീതു അകത്തേക്ക് കയറി ചെന്നു. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് മേഡം പറഞ്ഞപ്പം മേഡത്തെ പോലൊരു സെലിബ്രിറ്റി എന്നെ കാത്തിരിക്കുന്നത് മോശമല്ലേ എന്ന് ഗീതു ചോദിക്കാം. അങ്ങനെ നമ്മുടെ ഗീതു അങ്ങ് കയറി ചെന്നു. അപ്പോൾ ഇരിക്കുന്നു പറഞ്ഞ് വിളിച്ചിരുത്തി. എൻ്റെ കാഴ്ചയിൽ ഇപ്പോൾ നീയാ സെലിബ്രിറ്റി, എന്നെ എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചു. അല്ല, എത്ര പേർക്കറിയാം? ഈ ശാസ്ത്രീയ സംഗീതം ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ച് പേർക്കല്ലേ അറിയുള്ളൂ എന്ന് ചോദിച്ചു. അതുപോലെയാണോ ഗീതാഞ്ജലി ഗോവിന്ദ് എന്ന് ചോദിച്ചപ്പോൾ ഗീതു എൻ്റെ മേഡം റിയാലിറ്റി ഷോയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ സമ്പാദിച്ച ആളല്ലേ ഞാൻ ചോദിച്ചപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതല്ലേ മേഡം, പക്ഷേ പ്രശസ്തിയുടെ ഗുണഫലമൊന്നും ആഗ്രഹിക്കാത്ത ഒരു സാധാരണ പെൺകുട്ടിയാണ് ഞാനെന്ന് പറയുമ്പം മല്ലിക 2 ചായ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ പുള്ളിക്കാരി അങ്ങ് പറഞ്ഞു വിട്ടു. ആര് പറഞ്ഞു നീ സാധാരണ പെണ്ണാണെന്ന്? നീ രാധികയെ പോലൊരു സ്ത്രീയെ വിറപ്പിച്ച് നിർത്തണമെങ്കിൽ അസാധാരണ കഴിവ് തന്നെ വേണം മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ഒന്ന് ചിരിച്ചു. മേഡം തന്ന തൻ്റെ ഇടം, മേഡം തന്ന ധൈര്യം മാത്രമല്ലേ അതെന്ന് ചോദിച്ചപ്പം മോളെ അതൊന്നുമല്ല, ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും നിനക്ക് ആ ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമല്ലേ ആ കാര്യം നടക്കുകയുള്ളൂ എന്ന് ചോദിച്ചു. ആ ഒരു കാര്യത്തിൽ നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം ഉണ്ടെന്ന് പറഞ്ഞ് മേഡം ഇങ്ങനെ നിൽക്കാം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് മേഡം വന്നതെന്ന് പറഞ്ഞു ഗീതു ചോദിച്ചപ്പോൾ. എവിടെയാ മേഡത്തിൻ്റെ പ്രോഗ്രാം ഞാൻ ഇതുവരെ നേരിട്ട് കേട്ടിട്ടോ അല്ലെങ്കിൽ ആസ്വദിച്ചിട്ടോ ഒന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, അതെ
കച്ചേരിക്കൊക്കെ ഞാൻ കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പം മറ്റൊരു കാര്യത്തിനാണ് മോളെ ഞാൻ പ്രധാനമായിട്ടും വന്നതെന്ന് പറഞ്ഞു. എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ കാര്യത്തിനാണോ എന്ന് ഗീതു ചോദിച്ചപ്പോൾ അത് തന്നെയാ, പക്ഷേ അതെന്താണ് എന്ന് നീ ഇപ്പം എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞു. ഇല്ല, ചോദിക്കില്ല. എന്നോട് ചോദിക്കും മുൻപ് അതെന്താണെന്ന് കണ്ടെത്തി ഞാൻ മേഡത്തെ ഞെട്ടിച്ചിരിക്കും, നോക്കിക്കോളാം ഗീതു പറഞ്ഞു. ആഹാ, പല കാര്യങ്ങളിലും നീ എന്നെ ഞെട്ടിക്കുന്നു എന്ന് പറയുന്നല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ. എന്തു പറ്റി? ഇത്തവണ എന്തായാലും ഉറപ്പായി ഞാൻ ഞെട്ടിച്ചിരിക്കുമെന്ന് ഗീതു ഉറപ്പിച്ച് പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് മേഡവും പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗീതുവിൻ്റെ മുഖം വാടി കഴിഞ്ഞിട്ട് ഗീതു മേഡത്തിനോട് കുറച്ച് കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ ഇത് പറയാനാണ് വന്നതെന്നുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാം മേഡത്തിനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മേഡം ഇങ്ങനെ എന്താ പറയുന്നതെന്ന് അറിയാനുള്ളൊരിതിൽ ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ഗീതു. അങ്ങനെ മേഡമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സഹായത്തിനായി ഒരാൾ നമ്മുടെ മുന്നിൽ യാചിച്ചാൽ ഒരിക്കലും നമ്മളത് കൈവിട്ട് കളയരുത്. അങ്ങനെ നല്ലൊരു മനസ്സ് തരുന്നത് ഈശ്വരൻ്റെ സമ്മാനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാം. പിന്നെ എന്നെ ചതിച്ച ഒരാൾ, ആ ആളെ തകർക്കാൻ എനിക്കൊരവസരം കിട്ടില്ലേ, അയാൾ എൻ്റെ കാൽക്കൽ വീണ് മാപ്പിരക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നതെന്നൊക്കെ മേഡം ഇങ്ങനെ പറയാം. അപ്പോൾ എന്തൊക്കെയോ കൂടെ ഇതുണ്ടെന്നുള്ളത് ഗീതുവിന് മനസ്സിലായി. ഒന്നും വിട്ട് പുള്ളിക്കാരി പറയുന്നില്ല ഗീതുവിൻ്റെ മുന്നിലാണെങ്കിലും. അപ്പോൾ പക്ഷെ ഞാൻ ഇന്നേ വരെ കിഷോറിനെ ശപിച്ചിട്ടില്ലെന്നുള്ള കാര്യം പറയുവാണ് ഗീതു. അവനെ പോലെ ഒരുത്തനെ സ്നേഹിച്ചുവല്ലോ എന്നുള്ള ഒരു കുറ്റബോധം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് തന്നെ എനിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞ് ഗീതു ആ ഒരു വിഷമങ്ങളൊക്കെ പറയുമ്പോൾ, മോളെ ഈ ലോകവും പ്രകൃതിയൊക്കെ കൂടെ നിൽക്കുമെന്ന് നീ കേട്ടിട്ടില്ലേ? നമ്മളുടെ മനസ്സ് വിചാരിച്ചാൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തിച്ചേരുമെന്നും നിൻ്റെ കാര്യത്തിലും അതാണ് മോളെ സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഡം ഇങ്ങനെ ഗീതുവിനെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ എന്താ മേഡം ചെയ്യേണ്ടത്? ഞാൻ ഹൃദയം തുറന്നൊന്ന് കരഞ്ഞോട്ടെ എന്ന് മേഡത്തിനോട് ഗീതു ചോദിച്ചിട്ട് ആ മേഡത്തിൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുക ഗീതു. കാരണം ഗീതുവിന് വേറെ ആരുമില്ല. അങ്ങനെ മേഡം ഗീതുവിനെ ചേർത്ത് പിടിക്കുന്നു. ഗീതു അവിടെ നിന്ന് വാവിട്ട് കരയുന്നു. അപ്പോൾ നിൻ്റെ സങ്കടങ്ങൾ പെയ്ത് തീരുന്നത് വരെ നീ കരഞ്ഞോളാൻ ആ മേഡം ഗീതുവിനോട് പറയുക. അങ്ങനെ അമ്മയും മോളും ഇല്ലാത്തൊരു ബന്ധം ഇവർ തമ്മിലുണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു സ്നേഹം ഇങ്ങനെ പങ്കുവെച്ച് ഗീതുവിൻ്റെ ഈ സങ്കടങ്ങൾക്കൊക്കെ താനേ ഇനിയൊരു പരിഹാരം കാണാനുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മേഡം. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും രാധികയെ തകർത്തുകൊണ്ട് ഗീതു മേഡത്തിൻ്റെ അരികിൽ ചെന്ന സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നു. രാധിക എന്ന് പറയുന്നവളെ മുച്ചൂട് മുടിക്കാൻ ഗീതുവിൻ്റെ കൂടെ നമ്മുടെ വിജയലക്ഷ്മി മേഡവും പുറപ്പെടുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കഥ എല്ലാവരും കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.